കഴിഞ്ഞ് ജിജോ ചേട്ടൻ്റെ വീട്ടിൽ പോത്തിറച്ചി മേടിക്കാൻ പോകും. പോത്തിറച്ചി കപ്പയും ഇന്നത്തെ സ്പെഷ്യൽ. ബീവറേജ് തുറക്കില്ല, 10 മണിക്ക് ബീവറേജ് എന്ത് ചെയ്യും? ബീർ മേടിക്കും. എന്ത് ബീറുള്ള വാഴക്കൊല എന്നത്, വാഴക്കൊല അവിടെ നിന്ന് വാഴക്കൊല. ഇന്ന് കുരുമുളക് വറുത്തരച്ച് വെക്കണോ അതോ തേങ്ങ വറുത്തരച്ച് വെക്കണോ? എങ്ങനെ വറുത്തരച്ചാലും ഞാൻ തന്നെ കഴിക്കണം. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വറുത്തരച്ച് വെക്കും. ചുവന്ന മണ്ണെന്ന് പറഞ്ഞ സ്ഥലത്ത് അടിപൊളി പോത്തിറച്ചി കിട്ടും. ഒറിജിനൽ പോത്തിറച്ചി. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് തിരിയാൻ പോകുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വണ്ടികളാണ്. ഹായ് ഹായ് എൻ്റെ അമ്മേ. ഇത് ഹൈവേ, നിങ്ങൾ വരുമ്പോൾ ഹൈവേ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, വെരി ഡേഞ്ചറസ്. ഓക്കെ, ഒരു മിനിറ്റ്. നമുക്കൊന്ന് ചെരുവുണ്ടാക്കാം. യെസ് യെസ്. ഓ അതിൻ്റെ ഇടയിൽ കൂടെ കയറുമ്പോൾ എൻ്റെ അമ്മേ അമ്മേ എന്തൊക്കെ പൈസ എടുത്തണ്ട. പൈസ എടുത്തില്ല. ഗൂഗിൾ പേ ഉണ്ടാവോ? ഉണ്ടായിരിക്കും. ഞാൻ ഓടിച്ചാടിയാണ്. ഞാൻ പോയിട്ട് മേടിച്ചിട്ട് വരാം. അടുത്തായി നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിടുന്നത്. ജസ്റ്റിസ് ആയതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ പിന്നാലെ നിന്ന് മാറാത്തതുകൊണ്ട് മാത്രം ഇതായത്. അല്ലെങ്കിൽ കേസ് അവിടെ ഇരിക്കുള്ളൂ. ഇതല്ലേ എനിക്ക് സാധാരണ 3 പൂരി, ഒരു എഗ് ഓംലെറ്റ്,
വൈറ്റ് ഓംലേറ്റ് കോഫി. സാമ്പാറിലാണ് കഷ്ണം ഇട്ടുള്ളൂ. ഞായറാഴ്ച ദിവസം രാവിലത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓഫീസിൽ നിന്നുള്ള ഫുഡ് അതൊരു അനുഭവമാണ്. ഇത് പട്ടിക്കാടത്ത് ഇന്ത്യൻ കോഫി കിട്ടുവാണ്. മറ്റുള്ളടത്ത് എനിക്കറിയാം. പട്ടിക്കാടത്ത് ഇന്ത്യൻ കോഫി കിട്ടും സൂപ്പറാണ്. അടിപൊളി കോഫി, പൂരി, എഗ് ഓംലേറ്റ്. എഗ് ഓംലേറ്റ് മീൻസ് വൈറ്റ് എഗ് ഓംലേറ്റ് സൂപ്പറായിരിക്കും. അപ്പം ഇനി കുറച്ച് പച്ചക്കറി വാങ്ങണം. അത് കഴിഞ്ഞാൽ ഒരു 10 മണിയോട് കൂടിയിട്ട് നമ്മൾ കുക്കിംഗ് തുടങ്ങും. ഓക്കെ, താങ്ക് യു. അതെ ഓ നമ്മൾ മസാലപ്പൊടികൾ ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് മസാലപ്പൊടികൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, എല്ലാം കൂടി ആവശ്യത്തിന്, ഒരുപാടല്ല, ആവശ്യത്തിന് എടുത്തിട്ട് അതിന് നന്നായിട്ട് നല്ല ഒരു ബ്രൗൺ അല്ല, ഏകദേശം ബ്ലാക്ക് കളറായാലും കുഴപ്പമില്ല, അരപ്പ് നന്നായിട്ട് ഇരുന്നാലാണ് കറി നന്നാവുക. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് അത് മാത്രമല്ല, നമ്മൾ അടപ്പത്ത് വെച്ചുകൊണ്ട് കാര്യമില്ല, അതിനെ നന്നായിട്ട് ഇളക്കണം. എന്തോ കാരണവരൊക്കെ പറയും സമാസമയം ഇളക്കാമെന്ന് പറയും. എല്ലായിടത്തും ഇതിൻ്റെ ചൂട് എത്തണം കേട്ടോ. ഇതിലേക്ക് വേണ്ടത് നല്ല അടിപൊളി ഇഞ്ചി നല്ലോണം അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, ഞാൻ കുറച്ച് ഉള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ചെറുള്ളി. പിന്നെ ഈ കിടക്കണുണ്ടാവും എന്താ ഭംഗി നോക്കി. ഇതുപോലത്തെ മുളകിടുമ്പോൾ കൊളസ്ട്രോൾ കുറയുന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല, പക്ഷേ എരിവുണ്ട് നന്നായിട്ട്. പിന്നെ ഇത് നല്ല കറിവേപ്പില, നമ്മൾ കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള പോത്ത് അതിനുണ്ട്, ഒരു ഉഷാറായിട്ടിരിക്കില്ല ആള്. ഇത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടിയ സൈഡിൽ വെച്ചാൽ മതി കേട്ടോ. ഇതിനകത്തേക്ക് 2 ചെറിയ നെയ്യുടെ കഷ്ണമുണ്ട് കണ്ടോ. അതൊക്കെ കറിവേപ്പില ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മടിയും കാണിക്കുക. കറിവേപ്പില അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങോട്ട് അതൊന്ന് ഉണങ്ങി കറുത്തൊക്കെ വരും. അതുവരെ കറിവേപ്പില തന്നെ നമ്മൾ ഒന്ന് റെഡി ചെയ്യണം. മിക്സർ പോലെ ഇത് കഴിഞ്ഞാൽ ആ നമ്മൾ സൈഡിൽ വെച്ചിരുന്ന പൊടിയില്ലേ, ആ പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്യുക കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പിനകത്തേക്ക് ഒഴിക്കുക. നമ്മൾ ഈ അരപ്പിലേക്ക് നമ്മുടെ നന്നായിട്ട് വേവിച്ച നമ്മുടെ എല്ലില്ലേ അതിനെ ഈ അരപ്പിലേക്ക് ഇടാം. പിന്നെ ഈ അരപ്പിലാണ് ഇത് വേവേണ്ടത്. വേവാൻ സമയം എടുക്കും, ഒരു 1.5-2 മണിക്കൂർ എടുക്കും കേട്ടോ. പക്ഷെ അത് വെന്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കടച്ചക്ക നമുക്ക് അപ്പുറത്ത് അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് നോക്കണമെന്ന് കൈ കൊള്ളൊന്നുമില്ല, ഇങ്ങനെ വേണ്ടിയിട്ട് എടുത്തവരുണ്ട്. അടിപൊളി സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ കറി ഇതുപോലെ ഇരിക്കും. നല്ല ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കടച്ചക്ക ഇട്ടിട്ട് നമ്മൾ കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സൺഡേസിൽ തല്ലുകൂടാതെ മനസ്സമാധാനമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഹാപ്പി ആയിട്ട്
അപ്പോൾ ഞാൻ കഴിക്കുന്നത് കാണിക്കുന്നില്ല. ഇത് തന്നെ കടച്ചക്ക ആൻഡ് നമ്മുടെ നെഞ്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നെഞ്ചടി എന്ന് തന്നെ പറയും അത്. അപ്പോൾ കഴിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു സാലഡും കൂടി ഇടുന്നു. ഇങ്ങനെ സാലഡും കൂടി കൂട്ടി നമ്മൾ കഴിക്കാം. ഓക്കെ, താങ്ക് യു. അടുത്ത ആഴ്ച കാണാം.